ഹലോ ഗൈസ്, ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എങ്ങോട്ടാണെന്നറിയാവോ? മാർക്കറ്റിലേക്കാണ് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സേ ഹായ്. എന്നൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് സൺലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചൊരു ഫോട്ടോ എടുത്തതിന് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടുത്തെ കൾച്ചറിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ഞാനൊരു സെൽഫി എടുത്തിട്ട് ഞാൻ എൻ്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചി ആണെന്നുണ്ടെങ്കിൽ അയ്യോ പാവം എടുത്ത് സ്റ്റേറ്റസ് ഇട്ടു. അപ്പോൾ ഒരു സ്ത്രീ, അവരങ്ങനെ തന്നെ പറയാമല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോയില്ല, അതിനു മുമ്പിട്ട് എന്തൊക്കെ കാണണം, ഞാൻ ജസ്റ്റ് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു സെൽഫി ഇട്ടതിന് നിങ്ങൾക്ക് എന്താണ് സ്ത്രീയെ? മാത്രമല്ല ഇവിടെ എല്ലാവരും വെക്കുന്നതാണ്. പിന്നെ എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെയും എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞാൽ വളരെ ചുരുക്കം, എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതായത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്നെ കട്ടയ്ക്ക് പിടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. അപ്പം ഈ രീതിയിലുള്ള വർത്താനമൊക്കെ നിർത്തിക്കോളൂ. എൻ്റെ ചേച്ചീനെയോ അമ്മേനെയോ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഇതിൽ കൂടെ റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ അമ്മേനെ, എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ കുഞ്ഞിനെയും മാത്രം നോക്കിയാൽ മതി. അവർക്ക് മോശം എന്ന് പറഞ്ഞാൽ ഒന്നും ഞാനിവിടെ ചെയ്യൂല്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല കേട്ടോ. ശരി, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ മാത്രമേ ബസ് നിർത്തുള്ളൂ. പുറകെ ഓടിയാലൊന്നും ഇവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പം ഞങ്ങൾ മാർക്കറ്റിലെത്തി. ഇവിടേക്ക് അത്യാവശ്യം നല്ല തിരക്കായി കേട്ടോ. എനിക്ക് ഇവിടുത്തെ കൾച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ബിക്കോസ് അവരവരുടെ ജോലി ചെയ്യുന്നു. വീക്കെൻഡ് ആകുമ്പോഴത്തേക്കിനും അവരത് അടിച്ച് പൊളിച്ച് ലൈഫ് എൻജോയ്. സേവിങ്സ് വേണം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ജീവിക്കണ്ടേ? ഓവർ ടൈം ചെയ്തും അത് ചെയ്തും ഇത് ചെയ്തും വളരെ കഷ്ടപ്പെട്ട് പൈസ സ്വരുക്കൂട്ടി കടങ്ങളും ബാധ്യതകളും തീർക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു നമ്മൾ, അല്ലേ? അതിനിടയ്ക്ക് നമ്മളെ സ്നേഹിക്കുന്നു. കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ആ ചളി തന്നെ മതി, അല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഫിഷ് വാങ്ങിക്കാനായിരുന്നു. കാരണം അടുത്ത വീക്കിൽ നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും മീൽ പ്രിപ്പ് ചെയ്ത് വെക്കണം. അപ്പം കുറച്ച് പ്രോൺസ് വാങ്ങിച്ചു കേട്ടോ. അതേ €9. ഇത് കുഴപ്പമില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ 12-13 യൂറോയൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടെ റീസണബിളായിട്ട് കിട്ടി. എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന പോലെയാണ് ഇവിടെ കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ടും ഒരു 1.5 മണിക്കൂർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. അവസാനം നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത് എൻ്റെ കൂടെ വന്ന കൊച്ചാ. ഇതെന്തുവാ, ഇത് എങ്ങോട്ടായി പോകണം?